കറിയോ ചട്നിയോ ഇല്ലാതെ തന്നെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ദോശയുടെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഇത് നമുക്ക് പുളിപ്പിക്കാൻ വെക്കുകയോ ഒന്നും വേണ്ട, വെറും 10 മിനിറ്റുകൾക്കുള്ളിൽ തയ്യാറാക്കിയെടുക്കാം. വളരെ ഹെൽത്തിയാണ്. രാവിലെയോ വൈകിട്ടോ എപ്പോൾ വേണമെങ്കിലും നമുക്കിത് ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയതാണ്. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നതാണ് നമ്മുടെ ഈ ഒരു ദോശ. അപ്പോൾ ഈ ഒരു ദോശ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ പറയുന്നത്. അതുകൊണ്ട് വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യുമല്ലോ. എങ്കിൽ പിന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ദോശ തയ്യാറാക്കാം. ഞാനിപ്പോൾ ഒരു ബൗളിലേക്ക് 1 കപ്പ് അളവിൽ, അതായത് അരക്കപ്പിൻ്റെ ആ ഒരു കപ്പിന് 1 കപ്പ് അളവിലാണ് റവ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ആ ഒരു കപ്പിന് 1/4 ഭാഗത്തോളം നല്ല പുളിച്ച തൈരാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പുളിച്ചെന്ന് വെച്ചാൽ ഒത്തിരി അങ്ങ് പുളിക്കണ്ട കേട്ടോ. അപ്പോൾ തൈര് ചേർത്ത് കൊടുത്തു. ഇനിയും ആ ഒരു അളവ് കപ്പിന് തന്നെ 1 കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കുന്നില്ല, കുറച്ച് മാത്രം ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ബാക്കിയുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി എടുത്താൽ മതി. അപ്പോൾ വീണ്ടും ആ ബാക്കി വന്ന വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇതൊന്ന് അടച്ച് വെച്ചൊരു 10 മിനിറ്റ് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഈ ഒരു റവ ഈ ഒരു സമയം കൊണ്ട് നല്ല സോഫ്റ്റായി കിട്ടും. ഇനി നമുക്കൊരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ അളവിൽ കടുകും കൂടി ചേർത്ത് കൊടുത്ത് കടുകൊക്കെ ഒന്ന് പൊട്ടിക്കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോൾ ഞാനിവിടെ ക്യാപ്സിക്കത്തിൻ്റെ പകുതി, ഒരു ചെറിയ ഭാഗം മാത്രമേ എടുത്തിട്ടുള്ളൂ, ഒന്ന് ചെറുതായിട്ടാണ് അരിഞ്ഞു കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു ക്യാരറ്റ്, അത് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി. ഒരുപാട് അങ്ങ് വഴറ്റിയെടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു 2 മിനിറ്റ് മാത്രം നമുക്കിതൊന്ന് ഇളക്കിയെടുത്താൽ മതി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറികൾ ഏതൊക്കെയാണോ അതൊക്കെ ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇത് തന്നെ ചേർക്കണമെന്നൊന്നുമില്ല. പിന്നെ എരിവിനായിട്ട് ഒരു പച്ചമുളക് ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞതുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഈ ഒരു സമയത്ത് തീ നന്നായിട്ട് കുറച്ചിട്ട് വേണം ഒന്ന് ഇളക്കി കൊടുക്കാനായിട്ട്. ഇത് നന്നായിട്ട് ഒരു 2 മിനിറ്റ് മാത്രമേ ഞാൻ ഇളക്കി കൊടുത്തിട്ടുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ ഇതങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മുടെ തൈരും ആ റവയൊക്കെ നന്നായിട്ടൊന്ന് മിക്സായി നല്ല കുതിർന്ന് കിട്ടിയിട്ടുണ്ട് റവ. അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ വെള്ളം ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല എക്സ്ട്രാ. പിന്നെ നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് ഒരുപാട് ഹാർഡായിട്ട്, അതായത് നമ്മൾ ദോശ പരുവത്തിനല്ലെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് അരച്ചാൽ മതി. ഇപ്പോൾ എനിക്കങ്ങനെ വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. നമ്മൾ അരച്ചതിന് ശേഷം ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തു. പിന്നെ നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റി വെച്ചിരിക്കുന്ന, ഒരുപാട് വഴറ്റിയിട്ടില്ല കേട്ടോ, ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുത്ത് ആ വെജിറ്റബിളും കൂടി ആ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പുപൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു പരുവം അറിയാമല്ലോ. ഒരുപാട് വെള്ളം കൂടി പോകല്ലേ. വെള്ളം കൂടാതെ വളരെ കുറച്ച് മാത്രം വെള്ളം ചേർത്ത് കൊടുത്തിട്ട് അരയ്ക്കണം. പിന്നെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നോക്കിയിട്ട് വെള്ളം കുറവാണെങ്കിൽ മാത്രം നിങ്ങൾ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കരുത്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തു. മല്ലിയിലയോ കറിവേപ്പിലയോ ഏതാണോ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി അധികം താമസമൊന്നുമില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഞാൻ ഇനിയിപ്പോൾ ഈ ഒരു പാനിലേക്കാണ് മാവ് ഒഴിച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് നമ്മൾ ദോശത്തവ ഉണ്ടെങ്കിൽ അതിനകത്ത് ചെയ്യാം, അതല്ലെങ്കിൽ ഇതുപോലെ പാനിലാണെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ആദ്യം ഞാൻ ചെറുതായിട്ടൊന്ന് എണ്ണയൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ ഒരു പാനിലേക്ക്. അതിന് ശേഷമാണ് മാവ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരുപാട് കട്ടിക്കില്ലാതെ നൈസായിട്ട് വേണം ഇത് പരത്തിയെടുക്കാൻ. നമ്മൾ സാധാരണ ദോശ ഉണ്ടാക്കുന്നത് പോലെ തന്നെ കനം കുറച്ച് വേണം ഇതൊന്ന് എല്ലാ ഭാഗത്തേക്കുമായിട്ട് പരത്തി കൊടുക്കാനായിട്ട്. ഇനി ആ ഒരു താഴ്ഭാഗം നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. പിന്നെ മുകളിലേക്ക് ഞാൻ കുറച്ച് എണ്ണയൊന്ന് ആ ഒരു മുകൾ ഭാഗത്ത് മാത്രമായിട്ടൊന്ന് തൂത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എണ്ണയോ നെയ്യോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചേർത്ത് കൊടുക്കാം. ഇത് അടച്ച് വെച്ച് വേവിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. ചെറിയ തീയിലിട്ട് വേവിച്ചാൽ മതി. അപ്പോൾ ഒരു സൈഡ് വെന്തപ്പോൾ നമ്മൾ മറിച്ചിട്ട് കൊടുത്തു. എന്നിട്ട് ആ സൈഡും കൂടി നന്നായിട്ടൊന്ന് വേവിച്ചെടുത്താൽ മതി. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്, നല്ല ടേസ്റ്റും കേട്ടോ. സിമ്പിളാണ്. പിന്നെ കുറച്ച് വെജിറ്റബിളൊക്കെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് കൊണ്ട് നല്ല ഹെൽത്തിയുമാണ്. രാവിലെയോ വൈകിട്ടോ എപ്പോൾ വേണമെങ്കിലും നമുക്ക് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ നമ്മൾ മുഴുവനും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഒരുപാടൊന്നുമില്ല. ഞാനിവിടെ ഒരു 5 ദോശയാണ് എനിക്ക് നമ്മളെടുത്ത ആ ഒരു മാവിൻ്റെ അളവനുസരിച്ചിട്ട് ഉണ്ടാക്കാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. ഇത്രയേ ഉള്ളൂ കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇതിരിക്കുന്നത്. കറിയൊന്നും വേണ്ട, കറിയൊന്നും ഇല്ലാതെ വെറുതെ ഇങ്ങനെ കയ്യിലൊന്ന് ചുരുട്ടി എടുത്തിട്ട് കഴിക്കാൻ പറ്റുന്നതാണ് ഈ ഒരു ദോശ. രാവിലെയോ വൈകിട്ടോ ഉണ്ടാക്കി കഴിക്കാൻ മാത്രമല്ല കേട്ടോ, സ്കൂളിലൊക്കെ പോകുന്നവർക്കും അതുപോലെ ഓഫീസിലൊക്കെ പോകുന്നവർക്കും പെട്ടെന്ന് ഉണ്ടാക്കി കൊണ്ടുപോകാനായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇന്ന് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് ഇത്രയും നേരം വെയിറ്റ് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും താങ്ക്